ഈ വീഡിയോ കാണുമ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചു പോകും ഞാനൊരു പിശുക്കിയാണെന്ന്. പക്ഷേ ഞാൻ പിശുക്കിയല്ല. എന്നാലും ഞാനൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കും. അത് നമുക്ക് രണ്ട് കാര്യം: ഒന്ന്, നമ്മൾ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കണ്ട. രണ്ടാമതായി, നമുക്ക് അനാവശ്യമായിട്ടുള്ള വേസ്റ്റ് നമ്മൾ പ്രകൃതിയിലേക്ക് ഡംപ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഞാനീ പറയുന്ന ടിപ്പ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ അടിക്കുന്ന ബ്രഷ് കണ്ടോ, ഞാനൊരു 3-3.5 വർഷമായാണ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രഷായിരുന്നു അത് വാങ്ങിയപ്പോൾ. അതൊരു നല്ല ലൈറ്റ് വെയ്റ്റുമായിരുന്നു, പിന്നെ നല്ല സോഫ്റ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതെനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഇതൊരു 6-7 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് ശരിക്കും രണ്ട് കഷ്ണമായ പോലെയായി. ബ്രഷിൻ്റെ പാർട്ടും അതിൻ്റെ ആ പൈപ്പും കൂടി സെപ്പറേറ്റായി. അപ്പം ഞാനത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കി. കാരണം എനിക്ക് ആ ബ്രഷിനുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. ഞാൻ എന്നിട്ട് ആ ബ്രഷ് എടുത്തിട്ട് ജനലൊക്കെ പൊടി തട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. എങ്കിലും പിന്നീടും എനിക്ക് ചൂലാക്കി ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. പക്ഷേ ഒട്ടും ചിലവില്ലാണ്ട് ഞാൻ ചെയ്ത ഈ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ അതെനിക്ക് സക്സസ് ആയിട്ടിരിക്കുന്നത്. ഈ ചൂല് ഞാനിപ്പോൾ നിങ്ങൾക്കിത് വലിച്ച് ഊരി കാണിക്കണം എന്നുണ്ട്. പക്ഷേ അത് അനങ്ങില്ല. ഇത് കേടാവണമെങ്കിൽ അതുപോലെ ദ്രവിച്ചോ അങ്ങനെ എന്തെങ്കിലും പോകേണ്ടി വരും. ഞാൻ ചെയ്ത ഒരു ടിപ്പെന്ന് വെച്ചാൽ, ഞാൻ ഒരു പൈസ പോലും ചിലവില്ലാത്തൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പച്ചവടി, ശീമക്കൊന്നയുടെ പച്ചവടിയാണ് ഞാനെടുത്തത്. അത് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി, പച്ചവടി ആയതുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് ചെത്തി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ടൈറ്റായിട്ട് കടത്തി വെച്ചു. എന്നിട്ട് അതിൻ്റെ പുറമേ കൂടി നമ്മളുടെ ഈ പൈപ്പ് ഇട്ട് അതിൻ്റെ എന്താ പറയുക, താഴത്തെ ആ വണ്ണത്തിനനുസരിച്ചിട്ട് ഈ പൈപ്പ് നല്ല ടൈറ്റായി നിൽക്കണ വിധത്തിൽ കയറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇത്ര നാളായിട്ടും ഇത് ഞാൻ ചെയ്തിട്ടൊരു 3-3.5 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. ഇത്ര നാളായിട്ടും എനിക്ക് അതൊന്ന് ഊരിയെടുക്കാനോ അത് ഒടിയണോ ടെൻഡൻസി ഇല്ല. കാരണം എന്താ വെച്ചാൽ, ആ ഉള്ളിലുള്ള വടിക്ക് സപ്പോർട്ടായിട്ട് പുറത്തെ പൈപ്പും ആ പൈപ്പിന് സപ്പോർട്ടായിട്ട് ഉള്ളിലെ വടിയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചൂലുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കേ.